അതിശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശ്ശൂരിൽ 3 മുന്നണികളും പ്രതീക്ഷയിലാണെങ്കിലും ജയം ഉറപ്പാണെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കെ മുരളീധരൻ തൃശ്ശൂർ ഇങ്ങെടുക്കും. സുരേഷ് ഗോപി ഇത്തവണയും 3ാം സ്ഥാനത്ത് പോകും. എല്ലാം ദൈവം കാത്തുകൊള്ളുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് സുനിൽകുമാറും പറഞ്ഞു. ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിയായെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. പാർട്ടി ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിച്ചു. നമുക്കല്ലല്ലോ പ്രധാനം, ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞു. അത് പെട്ടിക്കുള്ളിലുണ്ട്. ജൂൺ 4 വരട്ടെ. അന്ന് വരെ പലതരത്തിലുള്ള ട്രോളുകളും സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുവരെ കാത്തിരിക്കാമെന്ന് സുരേഷ് ഗോപി പറയുമ്പോഴും ആ നിരാശ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ CPM BJPക്ക് ക്രോസ് വോട്ട് ചെയ്തെന്ന ആരോപണവുമായി കെ മുരളീധരൻ രംഗത്ത് വന്നു. തൃശ്ശൂർ നഗരത്തിൽ വോട്ട് ചോർന്നിട്ടുണ്ട്. BJP 2ാം സ്ഥാനത്ത് വന്നാൽ ഉത്തരവാദി മുഖ്യമന്ത്രിയായിരിക്കുമെന്നാണ് മുരളീധരൻ്റെ ആരോപണം. BJP തൃശ്ശൂരിൽ 3ാം സ്ഥാനത്തേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. CPMലെ ഒരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ CPMകാരല്ല, BJPക്കാരാണ് കള്ളവോട്ട് ചെയ്തത്. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് കള്ളവോട്ട് നടന്നത്. ഇതിൽ പരാതി നൽകിയപ്പോൾ കള്ളവോട്ടിന് നല്ല സർട്ടിഫിക്കറ്റാണ് BLOമാർ നൽകിയത്. തൃശ്ശൂരിലൊന്നും ക്യാഷ് കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഏർപ്പാട് ആരും നടത്തിയിട്ടില്ല. ഇവിടെ രാഷ്ട്രീയ പോരാട്ടം മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ. പക്ഷേ അതിനെ BJP പണം ഇറക്കിയുള്ള ഫൈറ്റാക്കി മാറ്റി. തൃശ്ശൂർ നഗരത്തിൽ കോൺഗ്രസിൽ അല്പം വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആളുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർക്ക് അതിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് സംഘടനാ സംവിധാനം പൂർണ്ണമായി ഉണർന്നു പ്രവർത്തിച്ചു. ഏതെങ്കിലും സ്ഥലത്ത് പിന്നോക്കം പോയെങ്കിൽ കർശന നടപടി സ്വീകരിക്കും. പത്മജയുടെ ബൂത്തിലടക്കം UDF മുന്നിലെത്തും. പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ മോശം പെരുമാറ്റം വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമായി. എന്നാലും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. മുൻപെങ്ങുമില്ലാത്ത വിധം ചിട്ടയായ സംഘടനാ സംവിധാനം മുരളിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇവിടെ മുരളിക്ക് ജയിച്ചേ പറ്റൂ. പത്മജയുടെ കൂടുമാറ്റം കോൺഗ്രസിനെ തളർത്തിയെന്ന പ്രചാരണം മറികടക്കണമെങ്കിൽ, പത്മജ ഒന്നുമല്ലെന്ന് തെളിയിക്കണമെങ്കിൽ തൃശ്ശൂരെടുത്തേ പറ്റൂ. അത് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും മനസ്സിൽ കരുതിയാണ് പ്രചാരണത്തിനിറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് മുരളീധരന് ആത്മവിശ്വാസം കൂടിയത്.